ഷിജു വാ. എന്താ വൈകിയത്? ട്രാഫിക് ആയിരുന്നു തോന്നുന്നു അല്ലേ? ഞാൻ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് പുറത്തേക്ക് ഒന്ന് പോകണമായിരുന്നു. വാ ഇരിക്കേ. ഭയങ്കര ട്രാഫിക് ഇപ്പോൾ, ഒരു രക്ഷയില്ല. അയ്യോ. കുട്ടൂസാ എന്താ ഇത്? ശ്ശെ, ഈ അമ്മയും മോനും ഇങ്ങനെ തന്നെ. ഞാൻ എന്ത് പറഞ്ഞാലും ഒരു വസ്തുവും കേൾക്കൂല. ഷിജു ഇരിക്കി. അങ്ങനെയാ, ചാടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞു അല്ലേ? നിന്റെ കേസിലേ പക്ക ചീറ്റിംഗ് ആയിരുന്നു. അതാ നമുക്ക് അനുകൂലമായിട്ട് വിധിയായത്. ഈ വിസ പ്രോസസ്സിന് വേണ്ടിയിട്ട് വിവാഹം നീ കുറച്ച് നേരത്തെ രജിസ്റ്റർ ചെയ്തില്ലേ? അതാണ് ആകെ പ്രശ്നമായത്. അല്ലെങ്കിൽ അവിടെ അങ്ങോട്ട് പോട്ടേന്ന് വെക്കായിരുന്നു. അല്ല പിന്നെ മാനനഷ്ടം ഫയൽ ചെയ്ത് ഞാൻ അങ്ങോട്ടൊരു കേസ് കൊടുത്തുകൊണ്ട് നമുക്ക് ആ വിവാഹത്തിൻ്റെ ചിലവ് കുറച്ചും കൂടി കിട്ടി. അതങ്ങനെ തന്നെയാ. ഈ മാനം പോയിട്ട് പിന്നെ നഷ്ടപരിഹാരത്തിന് കൊടുത്തിട്ട് എന്ത് കാര്യമല്ലേ? ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞാലേ പരസ്പരം ചളിവാരി അറിയില്ല. കുഴപ്പമില്ല, പോട്ടെ. എന്തായാലും 2 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നതിന് സമാധാനമായല്ലോ. സന്തോഷമായില്ലേ? ഇനി സുഖമായിട്ടൊന്ന് ശ്വാസം വിടാം. ഫീസൊക്കെ മെല്ലെ മതിയായിരുന്നു, കുഴപ്പമില്ല. കോർട്ട് ഓർഡർ തരാം. ഇതാ, ഒരു ചായ എടുക്കട്ടെ? ഇല്ല വേണ്ട. എന്നാ പിന്നെ ആവാം. ശരി. എന്നാ പിന്നെ കാണാം. ഓക്കെ. കുട്ടൂസ എന്താണ് അവിടെ? ഒന്ന് മാറിയപ്പോഴേക്കും അടുത്ത പണി. എന്താ പ്രാർത്ഥിക്കും? ഒന്ന് സ്മൈൽ ചെയ്തേ, ഒന്ന് ഓപ്പൺ ആയിട്ട് സ്മൈൽ ചെയ്തേ. അങ്ങനെ അങ്ങനെ ഉള്ളിന്ന് വരട്ടെ. സോറി ചേട്ടാ. കരയല്ലേ പോട്ടെ പോട്ടേന്ന്. എന്തിനു നീ കരയണേ? 2 വർഷമായില്ലേ, വിട്ടുകളാ. സുബേട്ടിനെ നോക്കി എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കുന്നു. നീ ഇങ്ങനെയായ എങ്ങനെയാ? നീ ആദ്യം കോലം കെട്ട രൂപമൊക്കെ ഒന്ന് ഇങ്ങോട്ട് മാറ്റേ, എന്നിട്ട് ഈ താടിയൊക്കെ പഠിച്ച് നല്ല കുട്ടപ്പനായിട്ട് ഇങ്ങോട്ട് വാ. ഏട്ടനില്ലല്ലോ കൂടെ. ഇനി മുന്നോട്ട് നോക്ക്, പിന്നോട്ട് നോക്കണ്ട. ഹാപ്പി ആയില്ലേ? ചിരിക്കടാ ഷിജിക്കുട്ടാ. കഴിച്ചോ? ഇതെപ്പോഴാ വന്നേ? കൊറേ നേരടാ. ഓട്ടോ നടത്തൊക്കെ ഉണ്ടല്ലേ?
ആ, വേദന മാറണ്ടേ? എന്താണ് മിസ്റ്റർ സുബേട്ടൻ മുഖത്തൊരു വാട്ടം? ഒരുപോലെ കണ്ണടച്ചിട്ടില്ല എൻ്റെ മോനെ. പാതിരാത്രി ഒരുത്തി അമേരിക്കയിൽ നിന്ന് വിളിച്ചിട്ട് നിലവിളിയും പറഞ്ഞു. അവിടെ പകലാന്ന് കരുതി ഇവിടെ രാത്രിയാണെന്നെങ്കിലും ഓർക്കണ്ടേ? ആ സിജോന്റെ അമ്മച്ചി അടുത്ത മാസം ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചിരിക്കുക. അവിടെ കൊച്ചുങ്ങളെ നോക്കാൻ ആരുമില്ലാന്ന്. അമ്മയോടൊന്ന് ചെല്ലാൻ പറഞ്ഞപ്പോ അമ്മ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുക. അതെന്താന്നോ, അവൾക്കും ഭർത്താവിനും കൊച്ചുകളെ നോക്കാൻ ആളെ വേണമെങ്കിലേ ഇവിടുന്ന് അമ്മമാരെ വിമാനത്തിൽ കയറ്റി കൊണ്ടുപോവല്ല വേണ്ടത്. അവനവന്റെ പിള്ളേരെ അവനവൻ നോക്കണം. ഞങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സത്യം പറയാമ്മ, അമ്മക്ക് അമേരിക്ക കാണണമെന്ന് ഇല്ല. ഇവൻ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ ഒരു അമേരിക്കയിലേക്കും പോടില്ല. അപ്പൊ അതാണ് പോയിന്റ്. അങ്ങനെ വരട്ടെ കാര്യങ്ങള്. എന്തു പോയിന്റ്? എന്റെ പൊന്നു ശുചിക്കുട്ട, രണ്ടാമതൊരു കല്യാണക്കാരും പറഞ്ഞ് ഇന്നേ വരെ നിന്നെ ഞങ്ങളാരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അന്നിറങ്ങിപ്പോയ ആ പെണ്ണില്ലേ, കെട്ടിയവൾക്ക് ഇപ്പൊ കണ്ടോ കൊച്ചായി. കൊച്ചായോ അവക്ക്? ആ, ഇരട്ടകള്, ഒരാണും ഒരു പെണ്ണും. ഈ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ അടുത്തേക്ക് പോലും അമ്മ ഒന്ന് വന്ന് നിൽക്കാത്തത് നിന്നെ ഇവിടെ ഒറ്റക്കാക്കരുതെന്ന് കരുതിയിട്ടാ. എടാ, ഒരു പെണ്ണിങ്ങനെ ചെയ്തു എന്ന് കരുതി ലോകത്തുള്ള പെണ്ണുങ്ങളെല്ലാം മോശക്കാരാവില്ലല്ലോ. ഞാനങ്ങനെയൊന്നും കരുതിയിട്ടില്ലെന്നേ. ദേ, നീ ഗൾഫിലുള്ള ജോലിയും കളഞ്ഞ് നാട്ടിൽ വന്ന് കൃഷിയൊക്കെ തുടങ്ങിയപ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, ചോദിച്ചിട്ടില്ല. അമ്മ ഇവന്റെ ഇഷ്ടമല്ലേ, അത് നടന്നോട്ടെ എന്ന് കരുതി. ഇതും അങ്ങനെ തന്നെയാ. നിന്റെ ഇഷ്ടമാണ് മുഖ്യം. എടാ, ഒരു കൂട്ടുള്ളത് നല്ലതാ. ഒന്ന് പറയുന്നത് കേക്ക്. ആ, ഓക്കെ അല്ലേ? സമ്മതിക്ക്. നോക്കാം. ആ, സാർ തെറി വിളിക്കില്ലേ സാർ, തെറി വിളിക്കില്ലേ? ഞാൻ പറയുന്നത് കേക്ക് ആദ്യം. സാർ മര്യാദ മര്യാദ പ്ലീസ് സാർ. അതായത് ഇവിടുത്തെ എല്ലാ വൻകിട മാട്രിമോണി ഗ്രൂപ്പുകളും ജാതി മത അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ ഈ ലവ്ലി കപ്പിൾ മാട്രിമോണി തികച്ചും മതേതരമായൊരു മാട്രിമോണിയാണ് സാർ. ഞങ്ങൾക്ക് മനുഷ്യരാവണമെന്നുള്ള ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ സാർ. ഞാൻ സാറിൻ്റെ മകളുമായി സംസാരിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ആ കുട്ടിക്കൊരു പെൺകുട്ടിയുമായി ജീവിക്കണം എന്നാണ് സാർ. യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. അതുകൊണ്ടാണ് സാറിൻ്റെ മൊബൈലിലേക്ക് ഞാൻ കുറച്ച് ഫോട്ടോസ് അയച്ചത് പെൺകുട്ടികളുടെ. സാർ ആദ്യം മകളുമായി സംസാരിച്ചിട്ട് ഒരു ധാരണയിലെത്ത്, എന്നിട്ട് എന്നെ വിളിക്കും ട്ടാ. ആ ഓ, കല്യാണത്തിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം നടക്കണേന്നറിയോ? മൊത്തം അലമ്പാടാ. എന്നിട്ട് നീ കിട്ടിയില്ലേ? ആ അനുഭവം കൊണ്ടാണ് ഞാൻ പറയണത്. നീ കെട്ടണേ കെട്ടിക്കോ, എനിക്കൊരു ക്ലയന്റിനെ കിട്ടും. പക്ഷെ നീ കെട്ടിയാ നീ പെടും ഷിജു. ഷിജുവേട്ടാ, അമ്മ സുഭാഷേട്ടനൊക്കെ പറയുന്നതിൽ കാര്യമില്ലേ? ഷിജുവേട്ടന് ഞങ്ങൾ നല്ലൊരു പെൺകുട്ടിനെ കണ്ടെത്തി തരും. ഞങ്ങളെ പോലത്തെ നല്ല ലൗലി കപ്പിൾ അല്ലേ സജിയേട്ടാ? ചായ വെച്ചില്ലേ, പോയിക്കൂടെ? എന്നാടാ ഊള ചായ കുടി. എന്ത് നല്ല ഭാര്യയുടെ നിനക്ക് കിട്ടി? തേങ്ങാക്കൊലയാണ്. ഇവിടെ ജോലിക്ക് വന്ന് ഇവളെ പ്രേമിച്ച് കെട്ടി. ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ബാക്കി ഭർത്താക്കന്മാർക്കൊക്കെ ജോലിക്ക് പോകുമ്പോഴെങ്കിലും സ്വസ്ഥത കിട്ടൂലേ? എനിക്ക് ജോലിക്ക് വന്നാലും സ്വസ്ഥത കിട്ടൂല. എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ അവളോട് പറഞ്ഞു, എടി എന്തിനാ ഇങ്ങനെ ജോലി എടുത്ത് കഷ്ടപ്പെടുന്നത്, എനിക്ക് വീട്ടിലെങ്ങനെ എത്താൻ പോരെന്ന് ചോദിച്ചു. അപ്പൊ അവള് പറയണ്, എന്തിനാ നല്ലൊരു ജോലി കളയണേന്ന്. എടാ, എൻ്റെ കയ്യിൽ നിന്ന് സാലറി വാങ്ങിയിട്ട് അവൾ അവളുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം. ഇത്ര ഭയങ്കര കണ്ടാ പറയൂലോ. ആ പറയൂല. ഇതൊക്കെ ഒരു ട്രിക്കാ. രക്തരക്ഷസുകളാടാ, നമ്മുടെയൊക്കെ ചോര ഊറ്റി കുടിക്കാൻ പോകുന്ന രക്തരക്ഷസുകൾ. സജിയേട്ടാ, ആ ഞാൻ പോവാണേ. സുഭാഷേട്ടന്റെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പോട്ടെ, നേരത്തെ വരില്ല സജിയേട്ടാ. ബൈ ഷിജുവേട്ടാ. ഓ, കൊന്നേനെ പിശാശി. നിക്ക്, ഞാനും വരുന്നു. എല്ലാ സ്ത്രീകളും ഇങ്ങനെ ആവണമെന്നില്ലല്ലോ. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് നീ കൺവിൻസ്ഡ് ആവണല്ലേ? നീ എന്തെങ്കിലും ചെയ്, പോയി ചാവ്. ഫോട്ടോ ഉണ്ടീത്താ, ഞാൻ നോക്കാം. സുഭാഷ് ഏട്ടൻ്റെ അടുത്ത ഫോട്ടോ ആണ്. ആഹാ, എന്നാ ഈ മാട്രിമോണി നീ പൂട്ടിക്കോ. സുഭാഷ് ഏട്ടനുണ്ട്, സുഭാഷ് ഏട്ടൻ്റെ ഒരു അനിയനുണ്ട്.